ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? വീട്ടിലുള്ള 2-3 ചേരുവ വെച്ച് സിമ്പിളായിട്ടും ഈസി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരമാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഒരു കപ്പ് റവ എടുത്തിട്ട് വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. 1 ടീസ്പൂൺ പഞ്ചസാര, ഒരു നുള്ളു ഉപ്പ് ചേർത്ത് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിച്ചെടുത്ത റവയിലേക്ക് 1/4 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത മിക്സ് ബൗളിലേക്ക് ചേർക്കുന്നുണ്ട്. ഈ മിക്സ് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അതിൻ്റെ ഇടയിൽ നമുക്കൊരു മിക്സ് റെഡിയാക്കാം. മിക്സ് റെഡിയാക്കാനായിട്ട് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റിൽ ഈർപ്പൊക്കെ പോയി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ക്യാരറ്റ് നല്ലോണം ഡ്രൈ ആവുമ്പോൾ 2 ടേബിൾ സ്പൂൺ പൊടിച്ച ശർക്കര ചേർക്കുന്നുണ്ട്. ശർക്കര ഒന്ന് മെൽറ്റായി കിട്ടട്ടെ. ശർക്കര നല്ലോണം മെൽറ്റ് ആവുമ്പോൾ 1/4 കപ്പ് ചിരകിയ നാളികേരം ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ മിക്സ് ഡ്രൈ ആക്കി എടുക്കണം. മിക്സ് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ ഇതിലേക്ക് പൊടിച്ച് വെച്ച് കാഷ്യൂവിൻ്റെ പൗഡർ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി. എല്ലാം ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മിക്സ് തണുക്കാനായിട്ട് വെക്കാം. മിക്സ് നല്ലോണം തണുത്തു. നമുക്ക് ചെറിയ ചെറിയ ബോളാക്കാം. ഈ വലിപ്പത്തിലാക്കിയാൽ മതിട്ടാ. ഫില്ലിംഗ് ഒക്കെ ചെറിയ ബോളാക്കിയിട്ട് ഇത് മാറ്റി വെക്കാം. മാവ് നല്ലോണം സോഫ്റ്റ് ആയിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് കേട്ടോ ചേർക്കണേ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം മാവിൻ്റെ പാകം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് വെള്ളമായി പോവരുത്, എന്നാൽ ഒരുപാട് കട്ടിയിൽ ഉണ്ടാവാനും പാടില്ല. ഉണ്ണിയപ്പക്കല്ല് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആ ഹോളിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സ്റ്റവിൽ വെച്ചിട്ടില്ല കേട്ടോ, വെക്കാണ്ടാണ് ഈ സ്റ്റെപ്പൊക്കെ ചെയ്യാൻ പോണത്. ഒരുപാട് എണ്ണ ഒഴിച്ച് അങ്ങനെ കൊളാക്കി ഇതാക്കണ്ട, കുറേശ്ശെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് മാത്രം കൊടുത്താൽ മതി കേട്ടോ. ഇനി ഓരോ കുഴിയിലേക്കും 1/2 ഭാഗം മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഓരോ കുഴിയിലേക്കും നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ഓരോ ബോൾസ് നടുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെച്ച ഫില്ലിങ് ക്ലോസ് ചെയ്യണം. മാവ് കുറച്ച് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു. വെള്ളം തിളയ്ക്കാനായിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് ഈ പാൻ വെച്ച് കൊടുക്കാൻ പോണത്. അടച്ച് വെച്ച് 15 മിനിറ്റ് വേവിച്ചെടുക്കണം. ആദ്യത്തെ 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെക്കുക. പിന്നുള്ള 10 മിനിറ്റ് സിമ്മിൽ വെച്ച് വേവിച്ചാൽ മതി. നമ്മുടെ അപ്പം റെഡി ആയി ഉണ്ടാവും. കറക്റ്റ് 15 മിനിറ്റ് ആയിട്ടാ. ഓരോന്നായിട്ട് പാനിൽ നിന്ന് എടുക്കാം. ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ വേവോ എന്നുള്ള സംശയമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അടിപൊളിയായിട്ട് വെന്ത് കിട്ടും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് കേട്ടോ. നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും. അതുപോലെ ഈ അപ്പം റെഡിയാക്കുമ്പോൾ നമ്മൾ മാവ് ഒഴിക്കണില്ലേ, ആ ഒരു ഇത് മതി കേട്ടോ. തിരിച്ചു മറച്ചു വിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒറ്റ പ്രാവശ്യം ഒഴിച്ച് അടച്ചു വെച്ച് വെന്ത് കിട്ടുമ്പോൾ നമുക്ക് അങ്ങനെ പാനിൽ നിന്ന് എടുക്കാം. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ ഒരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.